നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് കുടുംബ പ്രശ്നമാണെന്നിരിക്കട്ടെ, ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിരിക്കാം, മക്കൾ തമ്മിലായിരിക്കാം, സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, മാതാപിതാക്കൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലായിരിക്കാം, എന്തുമായിക്കോട്ടെ. ഇങ്ങനെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം പലരും പറയുന്ന ഒരു കാര്യമാണ്, തെറ്റ് എൻ്റെ ഭാഗത്തല്ല, തെറ്റ് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്താണ് തെറ്റെന്നാണ് നമ്മൾ പലരും പറയാറ്. പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഒരുപ്പെട്ട എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെയാണ്, അവർ വിട്ടുകൊടുക്കില്ല, ക്ഷമിക്കില്ല, അംഗീകരിക്കില്ല. പക്ഷേ ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആത്മീയകാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതം മുതൽ വായിച്ചു നോക്കണം. അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വചനം കേൾക്കാം നമുക്ക്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്കെതിരെ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കെതിരെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ മാറിപ്പോയി ഒരിക്കലും അടുക്കാതെ ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? തെറ്റ് ചെയ്തവൻ്റെ അടുത്തേക്ക്, പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയുടെ അടുത്തേക്ക്, അതാരാണ് ആ വ്യക്തിയുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലണം. നമ്മൾ എന്തിനാണ് ഈ ഇറങ്ങിച്ചെന്ന് അല്ലെ അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് പറയുന്നത് 16-ാം തിരുലിഖിതത്തിലെ ആദ്യ ഭാഗത്താണ്. തെറ്റ് നിന്റെ സഹോദരനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നറിയാമോ? നേടിയെടുക്കുക, നഷ്ടപ്പെടുത്താതെ ബന്ധങ്ങൾ, അതേത് ബന്ധങ്ങളായാലും നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുക. നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിച്ചെന്ന് സംസാരിക്കേണ്ടത്. ഓർക്കുക, പ്രശ്നങ്ങൾ ആര് തന്നെയാണ് ഉണ്ടാക്കിയെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ അവിടേക്ക് പോയി അവരോട് സംസാരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ ഭാഗത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് മനുഷ്യജീവിതത്തിൽ വരുന്ന വലിയൊരു തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. പക്ഷേ വിശുദ്ധ ബൈബിൾ നമ്മെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ന്യായീകരിക്കലല്ല, നേടിയെടുക്കാനുള്ള മനസ്സുമായിട്ട് വേണം പോകാനായിട്ട്. നേടിയെടുക്കാനുള്ള മനസ്സുമായിട്ടാണ് നമ്മൾ പോയി സംസാരിക്കുന്നതെങ്കിൽ നമുക്കവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു മനോഭാവത്തോടെയാണ് നമ്മൾ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കും. അപ്പോൾ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്താതെ അതിനെ നേടിയെടുത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട്, ആ കുടുംബ ബന്ധങ്ങളിൽ വളരെ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെയൊക്കെ പേരിൽ നല്ല നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും തെറ്റിദ്ധാരണകളുടെയും വഴക്കിൻ്റെയൊക്കെ ഉള്ളിലാണ് ഇന്ന് നമ്മുടെ ബന്ധങ്ങൾ ഉള്ളതെങ്കിൽ അവരെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സുണ്ടാകാൻ, ക്ഷമിക്കാനും അംഗീകരിക്കാനും വിട്ടുകൊടുക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുള്ള ആശീർവാദവും സ്വീകരിക്കാം.